ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ജീൻ്റെ ലഞ്ച് മെനു ആണ് കേട്ടോ ഒന്ന് നോക്കാൻ പോകുന്നത്. റൈസും മീറ്റും വെച്ചിട്ടുള്ള ലഞ്ചാണ് നമ്മളിന്ന് ജീനിക്ക് കൊടുക്കാൻ പോകുന്നത്. അതിനായിട്ട് റൈസ്, മീറ്റ്, പിന്നെ അതിൽ ചിക്കൻ ലിവർ എല്ലാം ഉണ്ട്. അതിനുശേഷം വെജിറ്റബിൾ, അതിനുശേഷം ടെർമറിക്ക്, പിന്നെ വെള്ളം. ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചാൽ നമ്മളിന്ന് ലഞ്ച് റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ. ചില ദിവസം ഫിഷ് അങ്ങനെയും കൊടുക്കാറുണ്ട്, ചില ദിവസം മീറ്റ് ഐറ്റംസും കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം കുക്കറിൽ റൈസ് ഇടുക, കഴുകി വെച്ച റൈസ്. പിന്നെ അതിന് ശേഷം നമുക്ക് മീറ്റ് ഇട്ട് കൊടുക്കാം. അതിൽ ബീഫുണ്ട്, ചിക്കൻ ഉണ്ട്, ചിക്കൻ്റെ ലിവർ ഉണ്ട്, അങ്ങനെ കുറേ ഐറ്റങ്ങളുണ്ട്. പിന്നെ വെജിറ്റബിൾസ്, പംകിന്, ബീട്രൂട്ട്, ബീൻസ് ഇതെല്ലാം ഉണ്ട്. അതിന് ശേഷം ടെർമറിക് മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു വിസിൽ ഫുൾ ഫ്ലെയിമിൽ അടിക്കും. അതിന് ശേഷം നമ്മൾ കുറച്ച് വെച്ചിട്ട് ഒരു വിസിലും കൂടി അടിച്ച് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്ത് വയ്ക്കും. പിന്നെ അത് ആറണ വരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കണം. ഞാൻ മോസ്റ്റ്ലി എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ കൊടുക്കാറ്. ചില ദിവസം എഗ്ഗും യോഗേർട്ടും റൈസും കൊടുക്കാറുണ്ട്. പക്ഷേ ജീനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഫുഡാണ്, മീറ്റും എല്ലാം കൂടിയുള്ള ഫുഡാണ്. അപ്പോൾ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ജീനിയുടെ ബൗളിലോട്ട് മാറ്റാം. ജീനി അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കമാൻഡിന് വേണ്ടിയിട്ട്. ഞാൻ രാവിലെയാണ് കേട്ടോ ജീനിക്ക് സപ്ലിമെൻറ്റ്സ് എല്ലാം കൊടുക്കാറ്. ഇത് ഞാൻ അങ്ങനെ ഡയറക്റ്റായിട്ട് തന്നെയാണ് കൊടുക്കാറ്. നല്ലോണം ചൂടാറിയിട്ട് വേണം കൊടുക്കണമെങ്കിൽ. ജീനിയുടെ വായിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവളുടെ ബൗളിലോട്ട് മാറ്റാം. ഞാൻ ഏകദേശം ഒരു 5-5:30 ഞാൻ കൊടുക്കാറ്. ലഞ്ചായിട്ട് കൊടുക്കുന്ന ആ സമയത്താട്ടോ കൊടുക്കാറ്. രാവിലെ ഫുഡ് കൊടുക്കും, പിന്നെ ഒരു 5:30 ആകുമ്പോൾ ഇങ്ങനെ ചോറ് കൊടുക്കുന്നത് കുറച്ച് നിറയെ ക്വാണ്ടിറ്റി കൊടുക്കും. അപ്പോൾ നമുക്ക് ജീനിക്ക് കൊടുത്ത് നോക്കാം. ഞാൻ കമാൻഡ് പറഞ്ഞാൽ മാത്രമേ ജീനി ഫുഡ് എടുക്കാറുള്ളൂ കേട്ടോ. നല്ല ഫുഡ് ഡ്രൈവും കൂടി ജീനിക്കുണ്ട്. അപ്പോൾ നമ്മുടെ കമാൻഡ് കൊടുത്തതും ജീനി ഫുഡ് എടുക്കണം. ഞാൻ ചില സമയത്തൊക്കെ ഫുഡ് കൊടുക്കുമ്പോൾ നോന്ന് പറഞ്ഞ് കുറച്ച് വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടൊക്കെയാണ് കൊടുക്കാറ് കേട്ടോ. അധികം ഫുഡ് അഗ്രഷൻ ആവണ്ട പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ കമാൻഡ് പറഞ്ഞതും ഇപ്പോൾ ജീനി അവിടെ ഇരുന്നു. ഇനി അടുത്ത കമാൻഡ് കൊടുത്താൽ മാത്രമേ അവൾ ഫുഡ് എടുക്കുള്ളൂ. ഇങ്ങനെ ഞാൻ ചില സമയത്ത് ഇടയിൽ 2-3 പ്രാവശ്യം ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ. നോ, ടേക്ക് ഇറ്റ്, അങ്ങനെയാണ് അവളെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് അവൾ ക്ലിയറായി ചെയ്യാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വീണ്ടും നോ പറഞ്ഞു. അപ്പോൾ അവൾ പിന്നെയും അവിടെ സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളവിടെ ഇരിക്കും. പിന്നെ നമ്മുടെ അടുത്ത കമാൻഡ് കിട്ടിയിട്ട് അവൾ അടുത്ത ഫുഡ് എടുക്കാറുള്ളൂ. പിന്നെ ജീനിക്ക് ഇന്ന ഫുഡ് വേണം എന്നൊന്നുമില്ല. അവൾ എന്ത് കൊടുത്താലും കഴിച്ചോളട്ടെ. വെറും മോരും ചോറും കൊടുത്താലും കഴിച്ചോളും. ഞാൻ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അങ്ങനെ അവൾ കഴിച്ചോളും. ചിക്കൻ അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ഐറ്റം വേണമെന്നൊന്നുമില്ല, എല്ലാം നല്ലോണം കഴിച്ചോളും. അധികം ഫുഡ് അഗ്രഷനും ഒന്നുമില്ല. കൂടുതൽ ടൈം ഞാൻ ഇങ്ങനെയാണ് കൊടുക്കാറ്. കൂടുതലും മീറ്റ് എല്ലാം കൂടി ഇട്ടിട്ടാണ് കൊടുക്കാറ്. ചില ദിവസം ഫിഷും കൊടുക്കാറുണ്ട്. ഫിഷ്, എഗ്ഗ് അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കും. അങ്ങനെ ജീനി ഫുള്ളായി കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അടുത്തത് നമ്മൾ ജീനിയെ കൂട്ടിക്കയറ്റണം. ഗെറ്റിൻ പറഞ്ഞു കഴിഞ്ഞാൽ ജീനി കൂട്ടിക്കയറിക്കോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ ബൈ.